ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കാര്യത്തെ കിളിക്കൂട്ടിൻ്റെ വിശേഷം നോക്കിയാലോ. ഉമ്മറത്ത് ഭാസ്കരൻ ചിന്തകളിലാണ്ട് പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് കയറി വരുന്നത്. കണ്ണൊക്കെ അങ്ങ് കരഞ്ഞ് ചുകന്നിട്ടുണ്ട്. അവൻ ഹോളിലേക്ക് വരുമ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനായിട്ട് സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും നടുവിലായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട് അവർ. അങ്ങനെ അവൻ അവരെ ഒന്ന് നോക്കിയതിന് ശേഷം അകത്തേക്ക് പോയിട്ട് ഡ്രസ്സെല്ലാം മാറി തലണയും പുതപ്പ് കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അവിടെ കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അവൻ കരയാണ്. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ബാക്കി 3 പേർക്കും സഹിക്കാനേ പറ്റുന്നില്ല. അവർക്കറിയാം അവൻ്റെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴേക്കും ഹരീഷിന് സഹിക്കാൻ പറ്റാതെ അവനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അവരാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഭാസ്കരനും ഉറങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ നിധിയും ഉറങ്ങിയിട്ടില്ല. അവള് ബെഡിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. സുധീഷാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നിട്ട് അവൻ ഹരീഷിനോട് പറയാണ്, എടാ നിധിക്ക് ഇതൊരു ഫേക്ക് മാരേജ് ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ അല്ലടാ, ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. നീ ചോദിച്ചില്ലേ ഇത് ലവ് മാരേജ് ആണോ എന്ന്? എനിക്കങ്ങനെയാണെടാ, ഞാൻ കള്ളം പറഞ്ഞതല്ല, അതാണ് സത്യം. ഞാൻ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവൾ അന്നൊരു ദിവസം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവളുടെ അച്ഛനോട് വാദിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ അവൾ കയറി കൂടിയത്. അന്ന് തൊട്ട് അവൾ എൻ്റെ പെണ്ണാണ്. പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ ജോലിക്ക് കയറിയപ്പോഴാണ് ഇത് അവളുടെ വീടാന്ന് തന്നെ ഞാൻ അറിയുന്നതും. അന്ന് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഞാൻ സ്വപ്നത്തിൽ പോലും ആ ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലടാ. ആ സമയത്ത് അവൾക്ക് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എടാ സത്യം പറഞ്ഞാൽ ഞാനിത് മുടക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലടാ. അതെൻ്റെ മനസ്സിൽ അതുപോലും ഇല്ലായിരുന്നു. എനിക്കറിയാം എനിക്ക് അവളെ ഒരിക്കലും കിട്ടില്ല എന്ന്, ഞങ്ങൾ തമ്മിൽ ചേരൂലെന്ന് എനിക്കറിയാം. ആ കല്യാണം തടയാൻ ഞാൻ സഹായിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവൾ തന്നെയാണ് എന്നോട് വേണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അതിൽ ഇടപെട്ടത്. എന്നിട്ടും കല്യാണം മുടക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഏട്ടാ. വീട്ടുകാർ വാശി പിടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവൾ എന്നോട് സഹായം ചോദിച്ചു. അതിന് ഞാൻ സമ്മതിച്ചു. അത് ശരിയാ എടാ. അപ്പോഴും ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ലടാ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അങ്ങനെ സംഭവിച്ചത്. പോലീസ് വിചാരിച്ചത് ഞാൻ അവളെ ചാടിച്ചു കൊണ്ടുവന്നതാണെന്നാ. സുധീഷ് ഓരോന്നും പറയുമ്പോഴും ബാക്കി 3 പേരും കരയാണ് കേട്ടോ. അവരെല്ലാവരുടെ കണ്ണും ചുവന്ന് നിറഞ്ഞിട്ടുണ്ട്. പോലീസാണ് ഞങ്ങൾക്ക് ഈ വഴി പറഞ്ഞു തന്നത്. സത്യം പറഞ്ഞാൽ ഞാനതൊരു അവസരമായിട്ട് കണ്ടു എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം മനസ്സിന് അത്ര ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി കയ്യിൽ വന്ന് ചേരുമ്പോൾ ആ അവസരം മുതലാക്കി തന്നെ പറയാം. പക്ഷെ അതൊരു തെറ്റാണെന്ന് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നില്ല ഏട്ടാ. ഇതൊക്കെ സുധീഷ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അത്ര ഇമോഷണൽ ആയിട്ടുണ്ട്. സുഭാഷ് ഏട്ടാ, അവൾക്കതൊരു കള്ളക്കല്യാണം ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് അവൻ കരയാണ്. ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കാണാൻ പോയപ്പോൾ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ ID പ്രൂഫ് ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ആ പ്രോസസ്സ് നീണ്ടു പോകുമ്പോൾ ആ ടൈമിൽ അവൾ എന്നെ സ്നേഹിക്കുമെന്നൊരു തോന്നൽ എനിക്ക് കേട്ടാ. പക്ഷെ അതൊരു തോന്നലാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ആഗ്രഹിച്ചു പോവാ. ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്തൊരു മിന്നാമിനി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്കപ്പോൾ. കുറച്ച് കാലം കൂടെ അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നടന്നാലോ ഏട്ടാ, ഞാൻ അതൊക്കെ ചിന്തിച്ചത്. നടക്കില്ല, എനിക്കറിയാം അത്. എന്നാൽ ഞാൻ ആശിച്ചു പോവാണ്. സുധീഷ് കരഞ്ഞു പറയുമ്പോൾ 3 ആളും കരയുന്നുണ്ട് കേട്ടോ. ഹരീഷും കരയുന്നുണ്ട്, സുഭാഷ് ഏട്ടനും കരയുന്നുണ്ട്, നികേഷും കരയുന്നുണ്ട്. അവർക്കൊന്നും സഹിക്കാൻ തന്നെ പറ്റുന്നില്ല. നിധിയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് അവൾക്കറിയില്ല. ഇവരെയൊക്കെ സങ്കടപ്പെടുത്തിയ വിഷമമുണ്ട് അവൾക്ക്. ഭാസ്കരനാണെങ്കിൽ ഇതെല്ലാം കേട്ട് കൊലായിൽ ഇങ്ങനെ പാട്ടും കേട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണുന്ന കാഴ്ച നമ്മളെ പ്രേക്ഷകരുടെ മനസ്സ് അത്ര ഈറനണിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. സുധീഷ് പൊട്ടിക്കരയുമ്പോൾ സുഭാഷേട്ട അവനെ ചേർത്ത് പിടിക്കുകയാണ്. അതുപോലെ തന്നെ ഹരീഷ് അവനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നികേഷും വന്ന് കെട്ടിപ്പിടിച്ചവർ 4 പേരും കൂടെ പൊട്ടിക്കരയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ട സോറി, ഹരീഷേ സോറി. അതോടെ കേട്ടപ്പോൾ അവർ 4 പേരും കൂടെ കൂട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും അവർ പഴയപടി കിടക്കുകയാണ് കേട്ടോ. അപ്പം സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, നിധിയെ ഇനി ഈ കാര്യം പറഞ്ഞ് ആരും വിഷമിപ്പിക്കരുത് കേട്ടോ. ഈ കാര്യം നമ്മൾ സംസാരിക്കുകയേ ചെയ്യരുത്. അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. നമ്മളായിട്ട് അതിൽ ഈ കാര്യം പറഞ്ഞ് ഇടപെടാനേ പോവരുത്. അവൾ നല്ല കുട്ടിയാണ്. അവൾക്ക് പറ്റുന്ന പോലെ അവൾ ചിന്തിച്ച് ചെയ്യട്ടെ കാര്യങ്ങൾ. നമ്മളെ വീടിനെ പറ്റി നിധി എപ്പോൾ ആലോചിക്കുകയാണെങ്കിലും നമ്മൾ അവളോട് സ്നേഹത്തോടെ പെരുമാറിയത് മാത്രമേ അവളുടെ മനസ്സിൽ വരാവൂ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ അവളൊരു പുഞ്ചിരോട് കൂടി മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. ഒരിക്കലും അതിൽ വേദനകൾ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ സുഭാഷ് കരഞ്ഞു പറയാണ് കേട്ടോ. 3 ആളും കരയുന്നുണ്ട് കൂടെ. എന്നിട്ട് പറയുന്നുണ്ട്, നാട്ടുകാർ പലതും നമ്മളെ പറ്റി പറയും, പക്ഷെ നമ്മൾ ഇതുവരെ ഒരു പെണ്ണിനോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല. നമ്മളാരാന്ന് നമുക്കറിയാം. അപ്പോഴേക്കും നിധി വാതിൽ തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും സുഭാഷയുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മറക്കണം. അതൊന്നും ആരും മനസ്സിൽ വെച്ച് അവളോട് പെരുമാറരുത്. അവൾ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മളതിന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് എല്ലാവരോടും ഉറങ്ങാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കണ്ണടയ്ക്കുന്നുണ്ട്, പക്ഷെ ആരും ഉറങ്ങുന്നില്ല. മനസ്സെല്ലാം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിധി വാതിൽക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട്. സുധീഷ് അപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല കേട്ടോ. സുധീഷ് കരയുന്നത് സുഭാഷേട്ടൻ വേദനയോടെ നോക്കുന്നുണ്ട്. നിധിയും അകത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ അവൾ ഉറങ്ങുന്നില്ല. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അവളും എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് മുഖം കഴുകാണ്. അങ്ങനെ അവൾ ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരും എണീറ്റിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്.
അവരാരും ഉണർത്താതെ അവൾ ഉമ്മറത്തേക്ക് പോകുമ്പോൾ ഭാസ്കരനും എണീക്കുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ മുറ്റടിച്ച് വരാൻ ചൂലെടുക്കുമ്പോഴേക്കും ഭാസ്കരൻ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ അടിച്ചരിക്കോളാന്ന്. പൊടി പാറിയ മുറ്റത്ത് വെള്ളം തെളിച്ചിട്ടാണ് ഭാസ്കരൻ പിന്നീട് അടിച്ചു വരുന്നത് കേട്ടോ. അതൊക്കെ കണ്ട് നിധിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം അവളെ എതിർത്ത് നിന്ന ഭാസ്കരൻ അച്ഛൻ ഇതെല്ലാം അനുസരിക്കുന്നുണ്ടല്ലോ, അവളെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അടിച്ചു വാരി വൃത്തിയായി കഴിഞ്ഞിട്ട് സിഗരറ്റ് കത്തിക്കാൻ നോക്കുമ്പോഴാണ് ഓർക്കുന്നത്, മുറ്റത്തുനിന്ന് കത്തിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ വഴിയിലേക്ക് നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ സിഗരറ്റ് കത്തിക്കുന്നത്. അതും നിധി നിറഞ്ഞ മനസ്സോടെ നോക്കി കാണുകയാണ്. അങ്ങനെ അവൾ അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് സമയം നോക്കുന്നുണ്ട്. അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. അങ്ങനെ അവൾ സുഭാഷ് ചേട്ടനെ വിളിക്കുക കേട്ടോ. വിളിക്കാന്ന് പറഞ്ഞാൽ നേരിട്ട് വിളിക്കുന്നില്ല, അവൾ പാട്ടിടാണ്. കൗസല്യ സുപ്രഭാത പാട്ടാണ് കേട്ടോ ഫോണിലിടുന്നത്. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടൻ എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട്, സമയം എത്രയായോ? മോള് നേരത്തെ എണീറ്റു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ, ഇന്നലെ രാത്രി കുറേ സമയമായി ഉറങ്ങാൻ, അതാണ് നീക്കാൻ വൈകിയതെന്ന് സുഭാഷ് പറയുന്നുണ്ട്. നിധിയും വിഷമത്തോടെ ആട്ടോ നിൽക്കുന്നത്. അവൾക്ക് ചിരിക്കാനൊന്നും പറ്റുന്നില്ല, കാരണം മനസ്സ് നിറയെ വിഷമാണ്. എന്നിട്ട് സുഭാഷ് ഏട്ട അരീഷിനെയും നികേഷിനെയും സുധീഷിനെയൊക്കെ എണീപ്പിക്കുന്നുണ്ട്. സുധീഷ് മാത്രം എണീറ്റിട്ടില്ല, ബാക്കി രണ്ടുപേരും എണീറ്റു കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷം അറിയാനായിട്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.